നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരു മലയാളിക്കൂട്ട് എന്ന സെഗ്മെന്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ക്യൂബ്സ് ഇന്റർനാഷണലിന്റെ അമരക്കാരനായിട്ടുള്ള മുഹമ്മദ് ഷെരീഫ് സാറാണ്. സാറിനെ നമുക്ക് പ്രോഗ്രാമിലേക്ക് വെൽക്കം ചെയ്യാം. വെൽക്കം സർ. താങ്ക് യു. അപ്പോൾ എങ്ങനെയാണ് ക്യൂബ്സ് ഇന്റർനാഷണൽ ഇത്രയും എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് ഇത്രയും സക്സസ് ആയിട്ട് ഇന്ന് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്? സോ അതിൻ്റെ ഒരു ജേർണി കാര്യങ്ങളൊക്കെ നമ്മുടെ അടുത്തൊന്ന് പറയാമോ? തീർച്ചയായിട്ടും. ക്യൂബ്സ് ഇന്റർനാഷണൽ സ്റ്റാർട്ട് ചെയ്തത് 2011 ദോഹയിൽ വെച്ചിട്ടായിരുന്നു കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. 2017 നമ്മൾ ഇന്ത്യയിൽ ഫസ്റ്റ് കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. UAE 2020 സ്റ്റാർട്ട് ചെയ്തത്. ആഫ്റ്റർ കോവിഡാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇനിയിപ്പോൾ നമ്മൾ US രജിസ്റ്റേർഡ് ആണ് കമ്പനി. നമ്മുടെ അതിൻ്റെ ഓപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. സോ എന്താണ് ക്യൂബ്സ് ഇന്റർനാഷണൽ, അതുപോലെ തന്നെ എത്ര കമ്പനീസ് ആണ് ക്യൂബ്സ് ഇന്റർനാഷണലിലുള്ളത്? നമ്മൾ 2011 സ്റ്റാർട്ട് ചെയ്ത കമ്പനി ക്യൂബ്സ് ട്രേഡിംഗ് ആൻഡ് കോൺട്രാക്ടിങ് ആയിരുന്നു. പിന്നീട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് 2017 ഇന്ത്യയിൽ നമ്മൾ ആദ്യമായി സ്റ്റാർട്ട് ചെയ്തത് ക്യൂബ്സ് ലോജിസ്റ്റിക്സ് ആയിരുന്നു. ഇപ്പോൾ നമുക്ക് ക്യൂബ്സ് ലോജിസ്റ്റിക്സിന് UAE ഓഫീസുണ്ട്. പിന്നെ നമുക്ക് ഇന്ത്യയിൽ തന്നെ ക്യൂബ്സ് ഇന്റർനാഷണൽ ഡെവലപ്പേഴ്സ്, സൈക്കോ ഡിസൈൻസ് എന്ന ആർക്കിടെക്ചർ ഫേം ഉണ്ട്. പിന്നെ മീഡിയ പ്രൊഡക്ഷനിൽ ക്യൂബ്സ് എൻ്റർടൈൻമെൻറ്റ്സ് എന്ന കമ്പനി കൂടിയുണ്ട്. ക്യൂബ്സ് ഇന്റർനാഷണൽ ഇന്ത്യയിലേക്ക് എത്തിയത് എങ്ങനെയാണ്? സോ അതിൻ്റെ ഒരു ജേർണി ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറയാമോ? ആക്ച്വലി ഇന്ത്യയിൽ കമ്പനി സെറ്റപ്പ് ചെയ്യാനുള്ള ഒരേ ഒരു കാരണം എൻ്റെ മദറായിരുന്നു. പക്ഷേ ഇന്ത്യയിലേക്ക് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റി ഇവിടെയാണുള്ളത്. ആക്ച്വലി മിഡിൽ ഈസ്റ്റിനേക്കാളും, ഞാൻ മിഡിൽ ഈസ്റ്റ് ഓപ്പർച്യൂണിറ്റി കുറവാണെന്നല്ല, പക്ഷെ ഇന്ത്യ ഒരു വലിയൊരു കൺട്രി ആയതുകൊണ്ട് തന്നെ ഇവിടെ ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ ഞാനത് പരമാവധി യൂട്ടിലൈസ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നീട് നമ്മളിവിടെ ഒരു ഫീസിബിൾ സ്റ്റഡി നടത്തി, നമ്മൾ എന്ത് ബിസിനസ്സാണ് ഇന്ത്യയിൽ ചെയ്യാമെന്നുള്ളത്. അങ്ങനെ ഇനീഷ്യൽ തോട്ടിൽ വന്നത് ഒരു ഫെസിലിറ്റി മാനേജ്മെൻറ്റ് കമ്പനിയായിരുന്നു. പിന്നെ ഞാൻ ഒരു ടീമിനെ ക്രിയേറ്റ് ചെയ്തു. ടീമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഉണ്ടായൊരു തോട്ടായിരുന്നു ലോജിസ്റ്റിക്സ്. അതിനൊരു കാരണം കൂടിയുണ്ട്. നമ്മൾ ആക്ച്വലി GST ഇന്ത്യയിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എല്ലാ സ്ഥലത്തും, ആക്ച്വലി എൻ്റെ സ്വദേശമായ തളിക്കുളം, അവിടെയും കോയമ്പത്തൂർ എന്ന സ്ഥലത്തും ഈ മുംബൈയിൽ നിന്നായാലും നമ്മൾ എവിടെ നിന്ന് എന്ത് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിലും എല്ലാം പ്രൈസ് സെയിം ആയിരിക്കും ഈ GST വന്നതുകൊണ്ട്. അപ്പോൾ അവിടെ ലോജിസ്റ്റിക്സ് സാധ്യത കണ്ടിട്ടാണ് ലോജിസ്റ്റിക്സ് എന്നുള്ളൊരു തോട്ട് വന്നത്. അതിനുശേഷം അതിനെക്കുറിച്ച് കൂടുതൽ സ്റ്റഡി ചെയ്തപ്പോഴാണ് ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഒരു വലിയൊരു എന്താ പറയുക ഒരു സാഗരമാണ്. അപ്പോൾ ആക്ച്വലി അതിൽ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്തപ്പോഴാണ് മനസ്സിലായത് സീ ഫ്രൈറ്റ്, എയർ ഫ്രൈറ്റ്, അങ്ങനെ ലാൻഡ് ട്രാൻസ്പോർട്ടേഷൻ, കുറേ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ അതിൽ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് സീ ഫ്രൈറ്റ് ആയിരുന്നു. അങ്ങനെ നമ്മൾ ലോജിസ്റ്റിക് സീ ഫ്രൈറ്റിൻ്റെ കമ്പനിയാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. ഒരു ബിസിനസ്മാൻ എന്നുള്ള നിലയ്ക്ക് 14 വർഷത്തെ ഈ ഒരു ജേർണിയിൽ ഒത്തിരി സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ള പീരീഡ്സ് ഉണ്ടായിട്ടുണ്ടാകും. അതൊക്കെ ഓവർകം ചെയ്തിട്ടും ഉണ്ടാവുമല്ലോ. സോ നമ്മളുടെ പ്രേക്ഷകരോട് അങ്ങനെ ഒരു സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ള പീരീഡ് പെട്ടെന്ന് മെമ്മറിയിൽ വരുന്ന ഏതാണ് ഷെയർ ചെയ്യാനുള്ളത്? അപ്പോൾ സ്ട്രഗ്ലിംഗ് പീരീഡ് എന്ന് പറയുമ്പോൾ ഏത് കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ആ ഇനീഷ്യൽ ലെവൽ എപ്പോഴും ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ് ഉണ്ട്. ദോഹയിൽ സ്റ്റാർട്ട് ചെയ്ത കമ്പനി തുടങ്ങിയ സമയത്ത് എനിക്ക് വെറും 10 എംപ്ലോയീസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഒരു 1.5 ഇയേഴ്സോളം ഞാൻ നല്ല ഒരു സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. 2014 എനിക്കത് 1300 സ്റ്റാഫിലേക്ക് ആ കമ്പനി എത്തിക്കാൻ പറ്റി. അത് ഞാൻ അവിടെ ഒരു ഗീവ് അപ്പ് ചെയ്യാത്തത് കൊണ്ട് മാത്രമായിരുന്നു എനിക്ക് ആ ഒരു സിറ്റുവേഷനിൽ എത്താൻ പറ്റിയത്. പിന്നെ ഏറ്റവും വലിയ സ്ട്രഗിൾ ഞാൻ അനുഭവിച്ചത് ആക്ച്വലി നാട്ടിൽ വന്നിട്ട് തന്നെയായിരുന്നു. ഇന്ത്യയിൽ വന്നപ്പോൾ ഞാൻ ഈ ലോജിസ്റ്റിക്സ് തുടങ്ങിയ സമയത്ത് ഞാൻ ഒരു ടീമിനെ ക്രിയേറ്റ് ചെയ്ത് ആക്ച്വലി ഞാൻ ലോജിസ്റ്റിക്സ് എക്സ്പെർട്ട് അല്ല, എനിക്ക് അതിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാളുമല്ല. ഞാൻ ഈ ടീമിൽ വിശ്വസിച്ചിട്ടാണ് ആ കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. ആക്ച്വലി ഒരു 1 ഇയറോളം കമ്പനി നല്ല രീതിയിൽ ലോസിലായിരുന്നു പോയിരുന്നത്. പക്ഷേ ഈ ടീം ആഫ്റ്റർ 1 ഇയർ എല്ലാവരും റിസൈൻ ചെയ്ത് പോയി. അതായത് നമ്മളൊരു മാനേജ്മെൻറ്റ് ലെവലുണ്ടായിരുന്ന ടീം എല്ലാവരും റിസൈൻ ചെയ്ത് പോയി. അവിടെ ആക്ച്വലി ഞാൻ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് ഈ കമ്പനി ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല, ലോജിസ്റ്റിക്സ് എന്താണെന്ന് എനിക്ക് അറിയാത്ത ഒരാളാണ്. മീൻസ് ഞാൻ ഒരു എക്സ്പേർട്ട് അല്ല. അപ്പോൾ അവിടെയാണ് ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്തത്. അപ്പോൾ ആക്ച്വലി എൻ്റെ ഒരു മെൻറ്റർ പോലെ എനിക്ക് എപ്പോഴും എനിക്കൊരു ഭയങ്കര സ്നേഹമുള്ളൊരു ഒരാളുണ്ട്. ഞാൻ പുള്ളിയെ മാത്രമേ വിളിച്ചത്. പുള്ളിയെ എന്നെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്തു. പുള്ളി എന്നെ ഭയങ്കരമായിട്ട് സമാധാനിപ്പിച്ചപ്പോൾ പുള്ളി എന്നെ കുറേ ഹെൽപ്പ് ചെയ്യാൻ നോക്കി. പക്ഷേ ആക്ച്വലി അതിനൊന്നും ആവശ്യം വന്നില്ല. നമ്മൾ ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്ത് ഞാൻ മാർക്കറ്റ് സ്റ്റഡി ചെയ്യുമ്പോൾ തന്നെ മാർക്കറ്റിൽ ആരാണോ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നത് ഞാൻ ഇവരൊക്കെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ അവരെ ഓൾറെഡി നമ്മൾ കമ്പനിയിലേക്ക് ഇൻവൈറ്റ് മുൻപും ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആ സ്ട്രഗിൾ ചെയ്യുന്ന സമയത്താണ് പുള്ളിനെ വിളിച്ചത്. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് പുള്ളി ആ കമ്പനിയിലേക്ക് വന്നു. ആ പുള്ളി വന്നത് എനിക്ക് ആ കമ്പനിയിലേക്ക് വലിയൊരു
മാറ്റം കൊണ്ടുവരാൻ പറ്റി. അതിനുശേഷം നമ്മൾ പുതിയൊരു ടീം ബിൽഡ് ചെയ്യുക ചെയ്തത്. ആ ടീം ഇന്നും ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി എൻ്റെ ഫൈനാൻസ് മാനേജറായാലും എൻ്റെ കൂടെയുള്ള ജിംഷാദിനെ കുറിച്ച് നേരത്തെ പറഞ്ഞത്, എൻ്റെ കൂടെയുള്ള നന്ദു ആയാലും എല്ലാവരും, ഞാൻ ഓരോരുത്തർ പേരെടുത്ത് പറയാൻ പാടില്ല, കാരണം എൻ്റെ ടീമിലുള്ള എല്ലാവരും അടിപൊളിയാണ്. കാരണം ആക്ച്വലി എൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നതും എൻ്റെ ടീമാണ്. അതെ. അപ്പം നമ്മൾ ഞാൻ ഏത് കമ്പനി തുടങ്ങുമ്പോഴും ഞാൻ അവിടെ ഒരു ടീം ക്രിയേറ്റ് ചെയ്യുക ചെയ്യാറ്. ആ ടീമിന് എല്ലാ അതോറിറ്റിയും കൊടുക്കാറുണ്ട്. ഞാൻ അവിടെ മോണിറ്റർ ചെയ്യൽ മാത്രമാണ് ചെയ്യാറ്. ആക്ച്വലി മേജർ തീരുമാനങ്ങൾ മാത്രമാണ് ഞാൻ എടുക്കാറ്. പിന്നെ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് എൻ്റെ ടീമാണ്. കാരണം വെച്ചാൽ അവരുടെ ഫസ്റ്റ് അജണ്ട അല്ലെങ്കിൽ ഫസ്റ്റ് പ്രയോറിറ്റി അതെല്ലാം അവർക്ക് ചിന്തിക്കുന്നത് MD എനിക്ക് പ്രശ്നങ്ങൾ എത്തരുത് എന്നുള്ളതാണ്. ഞാൻ പ്രശ്നങ്ങൾ അറിയരുത്, അവരുടേതായ രീതിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ സോൾവ് ചെയ്ത് പോവാം. ഇതാണ് അവരുടെ ഫസ്റ്റ് അജണ്ട. ആക്ച്വലി ഇതാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. സോ എന്തൊക്കെ അച്ചീവ്മെന്റ്സ് ആണ് ക്യൂബ്സ് ഇന്റർനാഷണൽ ഇതുവരെ കിട്ടിയിട്ടുള്ളത്? അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് പറയാമോ? അപ്പോൾ അച്ചീവ്മെന്റ്സ് എന്ന് പറയുമ്പോൾ ഞാൻ കൂടുതൽ സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ലോജിസ്റ്റിക്സിലാണ്. അപ്പോൾ അതിൻ്റെ അച്ചീവ്മെൻറ്റ് പറയുന്നതാണ് എനിക്ക് കുറച്ചും കൂടി ഈസി. 2017 തുടങ്ങിയ ലോജിസ്റ്റിക്സ് കമ്പനി നമ്മൾ കൊച്ചിനിലാണ് ഓഫീസ് സ്റ്റാർട്ട് ചെയ്തത്. ഇന്ന് കൊച്ചിയിലെ അതല്ലെങ്കിൽ കേരളത്തിലെ ഒരു വൺ ഓഫ് ദ ടോപ്പ് കമ്പനിയിലേക്ക് ലോജിസ്റ്റിക്സ് മാറിയിട്ടുണ്ട്. അതിന് തെളിവ് പറയാനായിട്ട് റീഫർ കണ്ടെയ്നേഴ്സ്, പെരിഷബിൾ ഗുഡ്സിൻ്റെ റീഫർ കണ്ടെയ്നേഴ്സിൽ മോണോപ്പൊളി ആയിട്ട് തന്നെയാണ് ക്യൂബ്സ് ലോജിസ്റ്റിക്സ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അപ്രോക്സിമേറ്റ് ഒരു 600 to 650 TEUs കണ്ടെയ്നേഴ്സ് നമ്മൾ പെർ മന്ത് നമ്മളിവിടുന്ന് ചെയ്യുന്നുണ്ട്, കൊച്ചിൻ പോർട്ടിൽ നിന്ന് മാത്രമായിട്ട്. ഇതാണ് എനിക്ക് ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് ആയിട്ട് പറയാനുള്ളത്. ലാസ്റ്റ് ഇയർ ഫ്രൈറ്റ് ഫോർവർഡർ ഓഫ് ദി ഇയർ കേരള ക്യൂബ്സ് ലോജിസ്റ്റിക്സ് ആയിരുന്നു, ഫ്രൈറ്റ് ഫോർവേഡിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ. ഈ വർഷവും നമ്മൾ തന്നെയാണ്. ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് അതുപോലെ തന്നെ പില്ലർ എന്ന് പറയുന്നത് ടീമും അതുപോലെ തന്നെ ഫാമിലിയുമാണ്. സോ ഫാമിലിയെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എന്ന് പറയാമോ? ഫാമിലി, ഞാൻ ഒറ്റ മകനാണ്. എൻ്റെ ഫാദർ എനിക്ക് 6 വയസ്സുള്ളപ്പോൾ മരണപ്പെട്ടു. എൻ്റെ മദർ ഇപ്പം മരണപ്പെട്ട് 8 വർഷമായി. പിന്നെ ഒരു ഭാര്യ, 2 മക്കൾ. ഭാര്യയുടെ പേര് ജുമാന എന്നാണ്, മക്കളുടെ പേര് ഫ്രയ മറിയം, അയ മറിയം. ഒരാൾക്ക് 9 വയസ്സും ഒരാൾക്ക് 7 വയസ്സും. എന്തൊക്കെയാണ് ക്യൂബ്സ് ഇന്റർനാഷണലിൻ്റെ ഫ്യൂച്ചർ പ്ലാൻസ് എന്ന് പറയുന്നത്? ഫ്യൂച്ചർ പ്ലാൻസ് എന്ന് പറയുമ്പോൾ ഇനി ലോജിസ്റ്റിക്സിൻ്റെ ഒരു എക്സ്പാൻഷൻ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സൗദി നമ്മൾ എത്രയും പെട്ടെന്ന് കമ്പനി അവിടെ ഓപ്പൺ ആവും. പിന്നെ മുംബൈ പ്ലാൻ ചെയ്യുന്നുണ്ട്, തൂത്തുക്കുടി പ്ലാൻ ചെയ്യുന്നുണ്ട്, ഇന്ത്യയിൽ തന്നെ പല സിറ്റീസിലും നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇനി ട്രിവാൻഡ്രം നമ്മളുടെ വിഴിഞ്ഞം പോയിട്ട് വരുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മളുടെ ഓഫീസ് അവിടെ ഉണ്ടായിരിക്കും. പിന്നെ ഇപ്പോൾ നമ്മൾ മൂവി പ്രൊഡക്ഷനിൽ കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയും നമ്മൾ മൂവീസ് ചെയ്യാനുള്ള പ്ലാനിലാണുള്ളത്. ഇപ്പോൾ നമ്മൾ ഓൾറെഡി മൂവി നടന്നുകൊണ്ടിരിക്കുകയാണ്. മാർക്കോ എന്നാണ് മൂവിയുടെ പേര്, ഉണ്ണിമൂന്തൻ നായകനായിട്ടുള്ള മൂവി. ഇനി നമ്മളൊരു മൂവി കൂടി സൈൻ ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഒരു മൂവിയല്ല, 2 മൂവി സൈൻ ചെയ്തിട്ടുണ്ട്. ബാക്ക് ടു ബാക്ക് ആയിട്ട് മൂവീസ് കൊണ്ടുവരാൻ തന്നെയാണ് ക്യൂബ്സ് എൻ്റർടൈൻമെൻറ്റ്സ് പ്ലാൻ ചെയ്യുന്നത്. ക്യൂബ്സ് ഇന്റർനാഷണൽ ഇനിയും എല്ലാ ഫീൽഡിലും ആ ഒരു കയ്യൊപ്പ് പതിപ്പിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഫ്യൂച്ചറിൽ. അതുപോലെ തന്നെ നമ്മളുടെ കൂടെ ഇത്രയും ടൈം സ്പെൻഡ് ചെയ്തതിന് സാറിന് ഒത്തിരി നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും ഒരു മലയാളിക്കൂട്ട് എന്ന ഈ ഒരു സെഗ്മെൻറ്റ് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു സെഗ്മെൻറ്റിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.